നൂറയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അനീഷാണ്. അനീഷിന് ചോദിക്കാനുള്ള ചോദ്യം ഇതായിരുന്നു: നൂറ മാഡം, നിങ്ങൾ രണ്ടുപേരും, നൂറയും ആദിലയും, ഈ ബിഗ് ബോസ് ഷോയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം വന്നത് ഒരു കപ്പിളായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഷോയുടെ ഒരു ഘട്ടം എത്തിയപ്പോൾ നിങ്ങൾ 2 കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോയത്. അങ്ങനെ ബിഗ് ബോസ് ഒരു ഷോയിൽ ആദ്യം കപ്പിളായിട്ട് വരുന്നത് പിന്നീട് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് 2 കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനെന്ന്. അങ്ങനെ നിങ്ങൾ ആദില എന്ന കണ്ടസ്റ്റൻ്റ് സെപ്പറേറ്റ് ആവുന്നു, നൂറ എന്ന കണ്ടസ്റ്റൻറ്റും സെപ്പറേറ്റ് ആവുന്നു. 2 പേരും ഓരോ പുതിയ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് അന്ന് മുതൽ ഷോയിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിൽ ആര് വിജയിക്കും എന്നുള്ള ഒരു പ്രതിസന്ധിയോ, എന്താ പറയുക, നിങ്ങൾ 2 പേർക്കിടയിൽ തന്നെ ഒരു കോമ്പറ്റീഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇതായിരുന്നു അനീഷിൻ്റെ ചോദ്യം. നൂറ മറുപടി പറയുന്നു: ഒബ്വിയസ്ലി കോമ്പറ്റീഷൻ ഉണ്ടാവും. ഞങ്ങൾ 2 കണ്ടസ്റ്റൻസ് ആവുമെന്ന് എനിക്ക് ചെറുതായിട്ടൊരു തോന്നലുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകില്ല. ഞങ്ങൾ 2 പേരോടെ നിൽക്കുമ്പം ഒരാളായിരിക്കും മോർ പ്രസൻ്റായിട്ട് നിൽക്കുന്നത്, മറ്റേ ആൾ ഒന്നുകൂടെ ബാക്കിലോട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്തുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത് 2 കണ്ടസ്റ്റൻസ് ആയത് എന്തുകൊണ്ടും നല്ലതിനാണെന്നാണ്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ ഇടയിൽ ആ കോമ്പറ്റീഷൻ നല്ലോണം വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഒന്ന് വിട്ടുകൊടുക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ 2 പേരും 2 ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിച്ചിട്ടുമുണ്ട്. ഇതാണ് നൂറയ്ക്ക് പറയാനുള്ളത്. അനീഷ് താങ്ക് യു സോ മച്ച് പറയുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.